എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തൻ്റെ കീഴിലേക്ക് പോവാം. മത്സരം എന്താണെന്ന് ബോളിവുഡ് കിട്ടുന്നവർ വിജയിക്കട്ടെ. ഓക്കെ. ഡെയിലാണ് എടുത്തോ. ഇതെന്താ ഇങ്ങനെ? എന്താ ചെയ്യാ? എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോ എന്ത് ചെയ്യാനാ? ഇതൊക്കെ എന്താ ഇങ്ങനെ? ഞാൻ മാറ്റി വിളിക്കുന്ന പോട്ടേന്ന് എഴുതിയിട്ട് എന്നിട്ട് അപ്പോഴും കിട്ടും. എന്നിട്ടും കിട്ടും. ഓക്കെ, കിഴി എനിക്കുള്ളതാ. യെസ്, ആയിക്കോട്ടെ, എടുത്തോ. VD12 സിനിമേന്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സിനിമ 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. യെസ്, എന്നാൽ ഈ 2 പാർട്ടും ഡിഫറെന്റ് സ്റ്റോറീസ് ആയിരിക്കും. അതായത് ഒന്നിന്റെ ബാക്കിയായിട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല, 2 കഥയായിരിക്കും. പിന്നെ സിനിമയുടെ ഷൂട്ട് ഏകദേശം 80% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാർച്ച് 28 നിന്ന് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് സിനിമ റിലീസ്. യെസ്, ഓക്കെ, അത് നന്നാവും. സിക്കന്ദറുണ്ട്, എമ്പുരാനും ഉണ്ട്. എമ്പുരാൻ, പിന്നെ വേറെ ഏതോ ഒരു സിനിമ തെലുങ്കിൽ നിന്നുണ്ടല്ലോ. ഉണ്ടോ? അടിപൊളി. അതായത് എനിക്ക് തോന്നുന്നു ഹരിഹര വീരമല്ലു ആണോ? അത് 20 അതാണല്ലേ? ശരിയാ. ഓക്കെ, അത് കൃത്യമായിട്ടുള്ള ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, അടുത്ത കിഴി ബ്രൊമാൻസ് സിനിമയുടെ ഒരു വീഡിയോ സോങ് വരുന്നുണ്ട്. കൂർഗ് വെഡ്ഡിങ് വീഡിയോ ടുഡേ 6 PM. ഓക്കെ, കൊള്ളാം. 6 മണിക്ക് ഇതിൻ്റെ ആ സോങ് നമുക്ക് കാണാം. അത് അടിപൊളി. ആരെക്കൊണ്ട്? അർജുൻ അശോകൻ. യെസ്. സംഗീത് അല്ലേ? സംഗീത് അങ്ങനെ പറയണ്ട, നമ്മുടെ അമൽ ഡേവിസ്. അമൽ ഡേവിസ്, പിന്നെ മാത്യു തോമസ്, പിന്നെ നമ്മുടെ മഹിമ നമ്പ്യാർ. ഒരാളും കൂടി ഉണ്ടല്ലോ. നിഖില വിമലാണോ? അല്ലല്ല, ആണുങ്ങളിൽ തന്നെ ആണുങ്ങളിലാണ് അതാരാണത്? ഏതാണ് ആ ആണ്? ഒരാളും കൂടി ഉണ്ട്. ശ്യാമാണോ? അല്ലല്ലോ, അല്ല, ആരോ ഒരാളും കൂടി ഉണ്ട്. വേറൊരാണാണ്. ഓക്കെ, അടുത്തത് ഡ്രാഗൺ. വാവ്, പ്രദീപ് രംഗനാഥ്. യെസ്, അശ്വന്ത് മാരുമുത്തു ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയിട്ടുണ്ട്. തിങ്ക് മ്യൂസിക് അവരൊട്ടും തിങ്ക് ചെയ്യാതെയാണ് എടുത്തതെന്നാണ് കേട്ടത്. ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ, സംഭവം അടിപൊളിയായിരിക്കും. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ നെഗറ്റീവ് ആകോ എന്ന് തോന്നി. ക്ലിയർ ആയല്ലേ? ഓക്കെ, അടുത്ത കിഴി ഐഡന്റിറ്റി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമയുടെ ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്റ്റില്ല് ഒരു പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ 3 ദിവസം കൂടി എന്നുള്ള പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഗംഭീര പോസ്റ്റർ, വന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. അടിപൊളി പോസ്റ്റർ. ഇത് നമുക്ക് തമ്പനയിൽ യൂസ് ചെയ്യാം അല്ലേ? യെസ്. പിന്നെ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഐഡന്റിറ്റി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. അഖിൽ പോൾ, അനസ് ഖാൻ, ആസിഫ് അലി, തമാർ. സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ സ്റ്റില്ലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ടൈറ്റിൽ സർക്കീട്ട് എന്നായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, സർക്കീട്ട് ഒരു ഫാമിലി ജോണറിലുള്ള സിനിമയാണെന്ന് പറഞ്ഞത്. ഫാമിലി മാൻ ആയിട്ട് 32 ദിവസമേ ആളുടെ ഷൂട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതെ, വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ പരിപാടി തീർത്തു. ദുബായിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷൂട്ട്. അതിന്റെ ലൊക്കേഷൻ സ്റ്റില്ലായിരുന്നു മമ്മൂക്ക ആസിഫ് അലി ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ വന്നത്. ഓക്കെ, അപ്പോൾ പ്രതീക്ഷയുള്ള അടുത്തൊരു ഐറ്റം. ഓക്കെ, അടുത്തത് ദാക്കു മഹാരാജ. മോനെ, ഇത് കിട്ടുന്നവർ ജയിക്കുന്ന ഭയങ്കര പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമ കേട്ടോ. അതെ, പക്ഷേ ഇവിടെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അതെ, 12-ാം തീയതിയാണ് സിനിമ റിലീസിനെത്തുന്നത്. അതായത് സംക്രാന്തി റിലീസായിട്ടാണ് വരുന്നത്. ഇവിടെ ഉണ്ടാവാൻ വളരെ വളരെ സാധ്യത, അല്ലെങ്കിൽ അത് അത്ര അഭിപ്രായം വന്നാൽ ചിലപ്പോൾ ഇങ്ങോട്ട് അതിനുശേഷം പിന്നെ എടുക്കുമായിരിക്കും. കാരണം ഐഡന്റിറ്റി വരുന്നുണ്ട്, രേഖാചിത്രം വരുന്നുണ്ട്, പിന്നെ എന്ന് സ്വന്തം പുണ്യാളൻ, ഗെയിം ചേഞ്ചർ, വിടാമുയർച്ചി, ആകെ 4 സ്ക്രീനുണ്ട്, നടക്കൂല. ഓക്കെ, ദാക്കു മഹാരാജ സിനിമയുടെ 3rd സിംഗിൾ വരുന്നുണ്ട്. ഓക്കെ, ഉർവശി റിദോളയൊക്കെയുള്ള ഒരു സോങ്ങാണ് വരുന്നത് 4-ാം തീയതി, ജനുവരി 4. അടുത്തത് ബാലയ്യയുടെ സിനിമക്കില്ലേ, നമ്മൾ ഇത്രയും കാത്തിരുന്നൊരു സിനിമ അല്ലല്ലേ? കാരണം അത് അങ്ങനത്തെ ഒരു ഐറ്റാണ്. കണ്ടപ്പോ അന്ന് തന്നെ തോന്നിയ ഒരു സംഭവം. അതിന്റെ സോങ് ഒക്കെ എന്താ സാധനം, കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ ഭീകരം. ഗുഡ് ബാഡ് അഗ്ലി സിനിമയില് അജിത് കുമാറിന്റെ ഡബിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സിനിമ സമ്മർ റിലീസായിട്ട് എത്തും എന്നാണ് കേൾക്കുന്നത്, 2025.
അപ്പൊ അടുപ്പിച്ച് അതായത് ഇത്രയും ഗ്യാപ്പില് ഇത്ര വേഗത്തില് 6 മാസം ഗ്യാപ്പ്. അങ്ങനെ വരാറില്ല അജിത്തിന്റെ ഒന്നും. സാധാരണ 1 വർഷം 1. അതെ, ശരിക്കും വിടാമുയർച്ചി വളരെ കുറഞ്ഞ സമയത്തിൽ ഷൂട്ട് കഴിഞ്ഞ് പുറത്തിറക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമയാണ്. സംഭവിച്ചത് സിനിമ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ട് അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴത്തെ കഴിഞ്ഞത്. അതെ, അന്നും അവർ ആദ്യം തന്നെ പുറത്ത സംഭവം അതായിരുന്നു. അതായത് അജിത് കുമാറിന്റെ ഏറ്റവും കുറഞ്ഞ ഷെഡ്യൂൾ തീരുന്ന സിനിമ. സിനിമയാണ് ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾ വഹിക്കുന്നത്. അത് കാരണം അതായത് ഒറ്റ ദിവസം നടക്കുന്ന കഥയാണത്. അതെ, ഒരു പകല് മാത്രല്ലേ, പിന്നെ കുറച്ച് പകലും അല്ല രാത്രി ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ തുടക്കത്തിൽ. ഒരു ദിവസത്തെ സംഭവം മൊത്തം പരിപാടി. പക്ഷെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളാൽ അത് ലേറ്റായി. ഓക്കെ, അടുത്ത കിഴി നാരായണിന്റെ 3 മക്കൾ. 3 ആൺമക്കൾ. ആണുങ്ങളാണോ? ഏതാണ് ആണുങ്ങൾ? 3 ആണുങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് സുരാജാണ്, ഒന്ന് ജോജു ആണ്, പിന്നെ ഒന്ന് അലൻസീറും ഉണ്ട്. അലൻസീർ തന്നെ ആയിരിക്കും, 3 പേര് തന്നെ ആയിരിക്കും. എന്തായാലും സിനിമേന്റെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് 6 മണിക്ക്. 6 മണി. കൊള്ളാം. സിനിമ റിലീസിനെത്തുന്നത് അറിയില്ലല്ലേ? അറിയില്ല. 18 അല്ലേ? ആണോ? 20, 21 അറിഞ്ഞൂട്ടോ. അറിയത്തില്ലെന്ന് ആദ്യം പറഞ്ഞാൽ പോരെ, പിന്നെ വെറുതെ ഇരുന്നിട്ട് 20 ആണോ 18 ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അടുത്തത് ഫുള്ള് PSC പഠിച്ച സമയത്താണ് ഞാൻ ഇത്രയും വലിയൊരു സങ്കീർണ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളത്. അതായത് എല്ലാ ഉത്തരം അറിയാം, പക്ഷെ പിന്നീട് ഇത് കടന്ന് കളിക്കുന്നൊരു കളിയുണ്ട്. അതായത് കൺഫ്യൂഷൻ വരുമ്പോഴാണ് പഠിച്ചത് മണ്ടത്തരായി തോന്നുക. പിന്നെ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് അടിച്ചോണ്ടേ ഇരിക്കണം, എന്നാലേ കൃത്യം ആൻസറായിട്ട് കിട്ടുള്ളൂ. അതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ അനുഭവിക്കുന്നില്ലേ? ഇല്ലടാ, ഞാൻ PSCക്ക് പഠിച്ചിട്ടില്ലല്ലോ. അതല്ല, ഇപ്പൊ ഇതിലനുഭവിക്കുന്നില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് എന്റെ മെമ്മറിയിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യം. അടുത്തത് അതാണ്, അറിയുന്നത് മാത്രം പറഞ്ഞു പോകുന്നതാണ് നല്ലത്. എല്ലാം ഇരുന്ന് പഠിക്കാൻ നിൽക്കരുത്. ആവശ്യമില്ലാത്തതൊക്കെ വിട്ടേക്കണം. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുക. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇവനിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്കും തെറ്റിപ്പോണത്. മൊത്തത്തിൽ പോകും ചിലപ്പോൾ ആ സമയം. പിന്നെ അതാ ചിന്തിക്കാൻ പോണം. അതും PSC പഠിച്ചതിന്റെ ഇതാണ്. മനസ്സിലായി. നമ്മൾ ഉത്തരങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത്, ചോദ്യങ്ങൾ കണ്ടുപിടിക്കണം. ഒരൊറ്റ ഉത്തരത്തിൽ നിന്ന് നമ്മൾ അനേകായിരം ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അതാണ് PSCയുടെ റൂൾസ് പഠിക്കുമ്പോൾ. കഴിഞ്ഞു അല്ല, എല്ലാവർക്കും ഉള്ള ഇൻഫോർമേഷൻ ഞാൻ എടുത്ത് തുറന്നു വെച്ചിട്ട് കുറച്ചു നേരമായി. SSMB 29 സിനിമയുടെ ഷൂട്ട് ഏപ്രിൽ 2025 തുടങ്ങും. തീരുന്നത് 2026 എൻഡിൽ. സിനിമ റിലീസ് എത്തുന്നത് 2027. പ്രിയങ്ക ചോപ്ര ഓൺ ബോർഡ് ആയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. പറഞ്ഞതായിരുന്നു, എന്നാലും ഒന്നുകൂടി എടുത്തു പറയാം. പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജ് ആയിരിക്കും വില്ലനായിട്ട് എത്തുന്നത്. മഹേഷ് ബാബുവിന്റെ വില്ലനായിട്ട് എത്തും. യെസ്, നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതെ, അടുത്ത കിഴിയും. അല്ല, ഹിന്ദി കിട്ടിയില്ലല്ലോ ഇതുവരെ. മത്സരത്തിന്റെ അജണ്ട ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ബഡേമിയാൻ ചോട്ടമിയാനൊക്കെ വില്ലനായിട്ട് ദൈവമേ. പക്ഷെ അത് വേറെ, ഇത് വേറെ. SS രാജമൗലിയുടെ അടുത്ത് അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന വേറെ കാര്യങ്ങളായിരിക്കും. സത്യം, അതൊരു പടക്കുതിരയാണ് SS രാജമൗലി. ഓക്കെ, അപ്പോൾ അടുത്തത് കിട്ടിയിരിക്കുന്നത് പടക്കുതിര സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് തന്നെ റിലീസ് എത്തുന്നുണ്ട് കേട്ടോ. ഡേറ്റ് വന്നിട്ടില്ല എന്നുള്ളൂ, ഉടനെ തന്നെ എത്തുന്നതാണ്. ഹിന്ദി കിട്ടി. മാർക്കോ. എന്താടാ, ഹിന്ദി അല്ലേ? മാർക്കോ ഹിന്ദിനെ കുറിച്ചാണ് അപ്ഡേറ്റ്സ്. പറഞ്ഞോ, മാറിപ്പോയി. മാർക്കോ ഹിന്ദിനെ കുറിച്ചല്ല, തമിഴിനെ തെലുങ്കിനെ കുറിച്ച്. തമിഴ് സിനിമ റിലീസ്. PSC പഠിക്കുന്നുണ്ടോ? ഞാനേ ഇന്നലത്തെ ഒക്കെ കിഴിയെടുത്തപ്പോ വൻ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ഏകദേശം ധാരണ. അതാ പറഞ്ഞത് കൺഫ്യൂഷൻ. ഇതിനു മുൻപ് പറഞ്ഞത് ഇതും ഒക്കെ മിക്സ് ആയി വരും. കുറച്ചു കാലം ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളൂ. ഒരു 2 മാസമൊക്കെ പോയി, പിന്നെ അങ്ങ് നിർത്തി. അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പോയപ്പോഴാ കഴിഞ്ഞില്ല. 1.5-2 വർഷമൊക്കെ തുടർച്ചയായിട്ട് അങ്ങ് പോകണം. അപ്ഡേഷൻ കൊടുക്കട്ടെ. ഇതും അപ്ഡേഷൻ തന്നെയാണ്, ഇൻഫോർമേറ്റീവ്. നമുക്ക് വേറൊരു വീഡിയോ അത് ചെയ്യുന്നില്ല. ഇതിൽ കിഴിയിൽ ഇങ്ങനെ പോണതൊക്കെ. ഏതായാലും തമിഴില് ജനുവരി 3 മാർക്കോ റിലീസ് എത്താണ്. പിന്നെ തെലുങ്കു റിലീസ് നാളെയാണ്.
നാളെയല്ല 1-ാം തീയതി. അതിന്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ HD പ്രിന്റ് ലീക്ക് ആയിട്ടുണ്ട്. തെണ്ടിത്തരം ചെറ്റത്തരം കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് മാർക്കോയെ ചതിച്ചു, ഇത് തന്നെ പറയാനുള്ളത്. HD പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K വരെ ഉണ്ട് എന്നുള്ളതാണ്. അതെ, അത് ശ്രദ്ധിക്കണം. അത് ഹിന്ദി വേർഷനാണ് ഡിലീറ്റ് ആയിരുന്നല്ല ലീക്ക് ആയിട്ടുള്ളത്. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇത് മനപ്പുറം അറിഞ്ഞു പണിയുന്നതല്ലേ. അവിടെ വന്ന് അങ്ങോട്ട് കളിക്കണ്ടാന്ന്. അത് തന്നെ എന്തായാലും രക്തക്കളിയല്ലേ, രക്തം വീഴ്ത്തി തന്നെ പരിപാടി എന്നുള്ളത് തന്നെയാണ്. ലീക്ക് ആക്കിയിട്ട് ഇവിടെ എന്ത് സംഭവിക്കാനാ? ഒരു ചുക്കും സംഭവിക്കൂല. കണ്ടോ, തിയേറ്ററിൽ ഓളണം സൃഷ്ടിച്ചിട്ട് തന്നെ മാർക്കൊക്കെ ഇളപെട്ടുള്ളൂ. പോരെ? അടുത്തത് മാർക്കോന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. അതായത് ഇതിന്റെ മറ്റേ മേക്കപ്പ് മാൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. 240 ലിറ്റർ ആണെന്ന് പറഞ്ഞ ബ്ലഡ് യൂസ് ചെയ്തിരിക്കുന്ന സിനിമയിൽ. ഇത് ഒറിജിനൽ ബ്ലഡ് കേട്ടോ. അയ്യോ, ഒറിജിനൽ ബ്ലഡ് അല്ല കേട്ടോ. അതിന് വേണ്ടിട്ട് ആൾക്കാരെ തട്ടിയിട്ടും മുട്ടിയിട്ടൊന്നുമില്ല. 240 ലിറ്റർ ബ്ലഡ് ആരോ പറഞ്ഞല്ലോ. അതായത് ബ്ലൂ സേട്ടന്മാരനാണെന്ന് തോന്നുന്നു. അത് ആർട്ടിഫിഷ്യൽ ബ്ലഡ് ഇത്രയും. ആർട്ടിഫിഷ്യൽ ബ്ലഡ് 4 ലോറി. പിന്നെ ആർട്ടിഫിഷ്യൽ ബ്ലഡ് അല്ലാണ്ട് പിന്നെ മനുഷ്യന്മാരെ കൊന്നിട്ട് ഇന്ന് മാർക്കോ സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരു 10 പേരെ കോഴീനെ കൊല്ലുന്നത്. ഒറിജിനൽ രക്തമാണ് അതൊക്കെ യൂസ് ചെയ്യുന്ന കരുതിയുണ്ടോ? അപ്പോ തമിഴിലൊക്കെ അങ്ങനെയാ അറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കുക. റൈഫിൾ ക്ലബിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒറിജിനൽ തോക്ക് വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ വെടിവെച്ചിട്ടുള്ളത്. എന്തൊരു കാനാന്നറിയോ, 5-4 കിലോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ള്. ആര്? നമ്മുടെ സുരഭി ലക്ഷ്മി. അപ്പോൾ ഇതിനെക്കുറിച്ച് ബോധമുള്ള ആളാണ് ആര്? നമ്മുടെ ദിലീഷ് പോത്തൻ. ആള് പറയണേ, അതെ പോലീസ് അങ്ങ് വീട്ടിൽ വരും കേട്ടോ. അതായത് ഒറിജിനൽ വെപ്പൺ എടുത്ത് യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പണിയല്ലേ, അതിന് ലൈസൻസ് വേണ്ടേ? അപ്പോൾ അയ്യോ അതുപോലെ തന്നെയാണ് ഇതും. എന്തല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് മൂപ്പര ഇത് കണ്ടിട്ട് ഞാൻ ചിരിച്ചിരിച്ചിരിച്ച് മടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു മത്തായി എന്നുള്ളതും അത് സത്യമല്ല. എന്തൊക്കെയാണ് മൂപ്പര് പറയണത്, എൻ്റെ അമ്മേ ചിരി ചത്തു. ഓക്കെ, അടുത്ത കിഴി അല്ലേ. ആളെപ്പോഴും പറയുന്ന സംഭവമുണ്ട്. അതായത് ആളുടെ റിവ്യൂവിൽ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് മലയാള സിനിമയെ കളിയാക്കാൻ പറയുന്നൊരു സംഭവം യൂസ് ചെയ്യുന്ന ഇതാണ്. അതായത് മാസ് സിനിമ ഒരുക്കാൻ അല്ലെങ്കിൽ ആക്ഷൻ സിനിമ ഒരുക്കാൻ മലയാള സിനിമ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നാണ് ആളെപ്പോഴും പറയുന്നതാണ്. ശരിക്കും പഠിച്ച് സാധനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായത് തമിഴ് ഈ ലെവലിൽ, അതായത് ലോകേഷ് പോലും ഈ ലെവലിൽ പിടിച്ചിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, ലോകേഷിൻ്റെ ഒക്കെ പക്ക US സർട്ടിഫിക്കറ്റിൽ കുറച്ച് പരിപാടി വരും. അതായത് ഇങ്ങനത്തെ വെട്ടിപ്പതുക്കി പരിപാടി എടുക്കുന്ന പരിപാടിയൊന്നും ഏതിലുമില്ല. അപ്പോൾ ആ ലെവലിൽ സാധനം കണ്ടപ്പോഴേ ആൾക്ക് പൊട്ടി ഒലിച്ചു അത് തന്നെ. ഓക്കെ, അടുത്ത കിഴി MMMN സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. മമ്മൂക്ക ഫോട്ടോ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് തകർത്തോണ്ടിരിക്കട്ടോ. അടുത്ത ആളും കൂടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭീകരമായിരിക്കും. പിന്നെ അവർക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല, അവർ ഒരുമിച്ചിരിക്കും ഫോണില് ആ കിഴീന്റെ വീഡിയോ എടുക്ക് കാണട്ടെ. ഓ, ഞാൻ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്യാൻഡി ക്രഷ് ഒരു പാമ്പ് ഇങ്ങനെ പോയിട്ട് ആപ്പിൾ വിഴുങ്ങുന്ന കളിയില്ലേ, അതൊക്കെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കളിയൊക്കെ മാറിയില്ലേ, കളിയൊക്കെ കേറി എപ്പിസോഡ് കണ്ടോണ്ടിരിക്കുന്നു. കിഴി എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി കളിക്കാം, അത്രേ ഉള്ളത്. അവർക്ക് ഫോട്ടോ ഇടാനുള്ള സമയം കിട്ടൂല. അടുത്തത് DQ നാസർ ഹിദായത്ത് മൂവി. ഏത് നാസർ? നഹാസ് നാസർ അല്ലല്ലേ, നഹാസല്ലേ. മൊത്തത്തിൽ കിളി നഹാസ് അല്ലേ, മൊത്തത്തിൽ കിളി മാറിയിരിക്കാണല്ലോ. ഇതിപ്പോ കാൻഡി ക്രഷും പാമ്പും കൂടി കളിക്കേണ്ട ഞാനാ, കിളി മാറിയിട്ട് ദൈവമേ. എന്താണെങ്കിലും സിനിമയെ കുറിച്ച് പെപ്പെ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട് കേട്ടോ. ആള് ഫെബ്രുവരിയിൽ ഒരു വലിയ സിനിമയിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണെന്നാണ് പറഞ്ഞത്. ആ ഫെബ്രുവരിയിൽ വരുന്ന ആ ഒരൊറ്റ വലുത് അത് DQ നഹാസ് ഹിദായത്ത് മൂവിയാണ്. നമ്മുടെ ആൻ്റണി പെപ്പെ അതിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. സംഭവബഹുലമായി ഇനി മലയാള സിനിമ ആഘോഷിക്കാൻ പോകുന്ന സിനിമയാണത്. കിങ് ഓഫ് കൊത്തയൊക്കെ പോലെ അത്രത്തോളം ഭീകരമായ ഹൈപ്പിൽ വരാൻ പോകുന്ന സിനിമയാണത്. എന്തായാലും ഹൈപ്പൊക്കെ അതുപോലെ ഉണ്ടായിക്കോട്ടെ, കിങ് ഓഫ് കൊത്ത പോലെ സിനിമ ഹൈപ്പ് അതിനേക്കാട്ടിലും മോളുണ്ടായിക്കോട്ടെ, അതുപോലെ ആവില്ല എന്തായാലും. കാരണം പണി അറിയാം, RDXന്റെ സംവിധായകനാണല്ലോ. എന്തായാലും ആ ഒരു പ്രതീക്ഷ നമുക്ക് ധാരാളം ഉണ്ട്. അതെ, പിന്നെ പെപ്പയും ദുൽഖറും കിടിലൻ കോംബോ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഓക്കെ, അടുത്ത കിഴി
സിക്കന്ദർ അതായിരുന്നു. എന്തേ ബോളിവുഡായിട്ട് അംഗീകരിക്കുന്നില്ല? തമിഴ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പിന്നെ അഭിനയിക്കാൻ ഒരാളെ പുറത്തുനിന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. അതെ, മാത്രല്ല അവർക്ക് ഹിന്ദി അറിയുള്ളൂ. അതുകൊണ്ട് ഡയലോഗുകളൊക്കെ ഹിന്ദിയിൽ വന്നു. സിക്കന്ദർ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ ടീസർ ഞങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തതല്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പലയിടങ്ങളിൽ വെച്ച് ഇതിന് കോപ്പിറൈറ്റ് അടിച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടറിവ്. വല്ലാത്ത കഷ്ടം. നമ്മുടെ ഒരു സുഹൃത്തിനും കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ആദിത്യൻ ചെറ്റൂരില്ലേ, ആളുടെ പാവത്തിനെ ഞങ്ങളാണ് പിടിച്ച് ചെയ്യ് എന്ന് പറഞ്ഞ് ഞാൻ അതാറേ ഇത് വരുന്നതിന്റെ മുന്നേ വിളിച്ചു. അപ്പം പറഞ്ഞു എടാ ചെയ്തോ, എന്തായാലും റിയാക്ഷൻ ചെയ്യുന്നല്ലേ, ചെയ്തോളാൻ പറഞ്ഞു. മാത്രല്ല ഹൈപ്പുണ്ടറാ സൗത്ത് ഇന്ത്യൻ. എന്നോട് അപ്പോഴും പറഞ്ഞതാ സല്ലൂബായിന്റെ സിനിമയൊന്നും, എന്നോട് ആള് തന്നെ പറഞ്ഞോ, സല്ലൂബായിന്റെ സിനിമയ്ക്കൊന്നും അത്ര കേരളത്തിലൊന്നും അത്ര ഇതൊന്നും ഉണ്ടാവൂല, ആരും മൈൻഡ് ചെയ്യൂല എന്നൊക്കെ. പക്ഷെ അത് ചുമ്മാ എങ്കിലും അത് റിലീസിന് വരുമ്പോ ഉണ്ടാവും, അല്ലാണ്ട് അതിന് മുന്നേ ഇങ്ങനത്തെ സംഭവങ്ങളിലൊന്നും ആരും ശ്രദ്ധിക്കൂലെന്ന്. പക്ഷെ ടൈഗർ 3 ഒക്കെ നമ്മൾ നല്ലോണം റീച്ച് കിട്ടിയ നമുക്ക് കിട്ടിയ റിയാക്ഷൻ അല്ലേ. എന്താണെങ്കിലും അപ്പളേ പറഞ്ഞതാണ് വേണ്ട വേണ്ടാന്ന്. പിന്നെ ചെയ്തു, കിട്ടി, നിർബന്ധിച്ചു, ചെയ്യിപ്പിച്ചു, പാവത്തിന് കിട്ടി. സോറി ബ്രോ. ഇന്നലെ ഇരുന്ന് കരയുന്നുണ്ട്, ഇനി 2 കൂടി കിട്ടിയാൽ പോകൂലേ എന്നൊക്കെ ചോദിച്ചു. പാവോ 90 ദിവസത്തേക്കാണേ. എന്തൊരു കിടിലനാളറിയോ, അടിപൊളി നമ്മളെ ചങ്കാണ്. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തീർന്നില്ലേ? കിഴി എപ്പിസോഡ് തീർന്നു, ഞാൻ വിജയിച്ചിരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ എന്ത് കാണുന്നുണ്ടെങ്കിൽ ഞാനും തീർന്നടാ, ഞാനും തീർന്നു. ഞാൻ ഇന്നലെ തന്നെ തീർന്നു, നീ തന്നെയാണോ വിജയിച്ചതെന്ന് അതും കൂടി കൂട്ടി പറയൂ. ഒന്ന് അടിച്ചെന്ന് നീയാണെന്ന്. എന്താണെങ്കിൽ ഞങ്ങൾ പോട്ടെ കേട്ടോ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. അത് ഒരു മനുഷ്യനായിരുന്നു, വാങ്ങിച്ചു കൊടുത്തിട്ട് കൊലക്ക് കൊടുത്തിട്ട് പാവന്ന്.